സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അവയ്ക്ക് പുറകിലുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഉദാഹരണമായി കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസ് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവുക, മോചനദ്രവ്യം ആവശ്യപ്പെടുക എന്നത് നിസ്സംശയം ഒരു കുറ്റകൃത്യമാണ്. പക്ഷേ ഇത് ചെയ്ത ആളുകൾ പരമ്പരാഗത രീതിയിൽ കുറ്റവാളികൾ എന്ന് പറയാവുന്ന ആളുകളായിരുന്നില്ല. നല്ല രീതിയിൽ കഴിഞ്ഞു വന്ന ആളുകൾ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? നിങ്ങൾ ചെറുതെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സോഷ്യോളജി പോലെയുള്ള ഒരു വിഷയം നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഉദാഹരണമായി ഈ സംഭവം തന്നെ എടുക്കാം. അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ റോബർട്ട് മെർട്ടൺ എന്ന വ്യക്തി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം സന്ദർഭങ്ങളെക്കുറിച്ച് രസകരമായ ചിലത് പറയാനുണ്ട്. ഒരു സമൂഹത്തിൽ ആ സമൂഹം നിഷ്കർഷിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്, ഗോൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതുപോലെ തന്നെ അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ വഴികളും, അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് എന്ന് പറയുന്ന കാര്യങ്ങളുമുണ്ട്. ഉദാഹരണമായി റോബർട്ട് മെർട്ടൺ പറയുന്നത് ദ ഗ്രേറ്റ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്ന ഒരു ആശയം, അതായത് വലിയ നിലയിൽ ജീവിക്കുക, നല്ല ഒരു വീട്, കാറ്, സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള ലക്ഷ്യം എല്ലാവരും നേടിയെടുക്കണമെന്ന് അമേരിക്കൻ സൊസൈറ്റി പറയുന്നു. അത് എങ്ങനെ നേടിയെടുക്കാമെന്ന് ചോദിച്ചാൽ നല്ലൊരു ജോലി സമ്പാദിക്കുക വഴി, അതുവഴി നല്ല രീതിയിൽ പണം സമ്പാദിച്ച് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ സാഹചര്യത്തിലും നല്ല നിലയിൽ ജീവിക്കുക, അതും കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു നല്ല വീട്, വലിയ കാറ്, ആളുകളുടെ മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി, ഇതെല്ലാം ആളുകൾ വളരെ പ്രധാനമായി കാണുന്ന ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയാണ് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. വളരെ നേരത്തെ തന്നെ നല്ലൊരു ജോലി കിട്ടി, കാശ് സമ്പാദിച്ച് ഈ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരാൾ എന്തു ചെയ്യും എന്നുള്ളിടത്താണ് മെർട്ടന്റെ തിയറി വീണ്ടും പ്രസക്തമാവുന്നത്. റോബർട്ട് മെർട്ടൺ പലതരം ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സമൂഹം നിഷ്കർഷിക്കുന്ന ലക്ഷ്യങ്ങൾ വാങ്ങാൻ അതീവ തൽപരരായിരിക്കും. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, അതായത് നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കാൻ അവർക്ക് താല്പര്യമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന വഴികൾ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി നേടി കാശ് സമ്പാദിക്കുക എന്നുള്ളതായിരിക്കില്ല. ആ ഇന്നോവേഷൻ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ അവർ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കുകയും സമൂഹത്തിൽ അന്തസ്സുള്ള ഒരു രീതിയിലുള്ള ഒരു ഇമേജ് കാണിക്കുകയും എന്നുള്ളതാണ്. പക്ഷേ അതിനവർ തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറയുന്നത് പലപ്പോഴും ഇതുപോലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടേതും മറ്റുമായിരിക്കും. ഇത്തരത്തിലുള്ള പല തരം ആൾക്കാരെ കുറിച്ച് റോബർട്ട് മെർട്ടൺ പറയുന്നുണ്ട്. ചിലർ നേരെ മറിച്ച് ഈ പറഞ്ഞ സമൂഹത്തിന്റെ ഈ പറഞ്ഞ വലിയ കാറുകളോ വീടുകളോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ അവർക്ക് താല്പര്യമുണ്ടാവില്ല, പക്ഷേ തെറ്റായ കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയുമില്ല. അത്തരം ആളുകളെ കുറിച്ചും മെർട്ടൺ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ നമ്മുടെ ഈ നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സമൂഹത്തിൽ സമ്പന്നതയുടെ ആ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കാനും വേണ്ടി ഒരാൾ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് മെർട്ടന്റെ ഈ ഇന്നോവേഷൻ എന്ന് പറയുന്ന തിയറി, അതായത് സമൂഹം നിഷ്കർഷിക്കുന്ന ലക്ഷ്യങ്ങൾ അംഗീകരിക്കുകയും എന്നാൽ ആ ലക്ഷ്യങ്ങൾ നേടാൻ വളഞ്ഞ വഴി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ തിയറി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം എന്തുകൊണ്ട് ഒരാൾ ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം നൽകുന്നതാണ്. അപ്പോൾ സോഷ്യോളജി എന്നുള്ള വിഷയത്തിൽ ഇതുപോലെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ പല കാര്യങ്ങളും ഉണ്ട്. പഠിക്കുന്ന തിയറി എല്ലാം തന്നെ നമുക്ക് നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യ സമൂഹത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സോഷ്യോളജി വളരെയധികം രസകരമായ ഒരു വിഷയമാണ്.